സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ പിന്നെ കേൾക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ സാക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും വലിയ വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി തീരും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ പ്രഭാത സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നല്ല ഈവനിങ് സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുവാൻ കൊണ്ട് അവിടുന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ വിശ്വാസവർദ്ധനവിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ മേഖലകളെയും മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയുടെ പക്കലാണുള്ളത്. മരണം വഴിമാറിപ്പോയ, മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന അത്ര വലിയ അസാധാരണമാകുന്ന ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നു. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട തോമസ് വർഗീസ് അങ്കിളിനെ നമ്മൾ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം അച്ഛാ. ഇപ്പോൾ ലൈവിലാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വീട്ടിൽ വിളിക്കുന്നൊരു പേരുണ്ട് അല്ലയോ? അനിയൻ. അപ്പോൾ ഞാൻ അനീച്ച എന്ന് വിളിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഒരു ഒരു നാടൻ അല്ലേ, ഒരു അനുഭവം പോലെ തോന്നും. നാട്ടിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ പ്രായമുള്ളവരെ അഡ്രസ്സ് ചെയ്യുന്നത്. കാനഡയിലാണ് അല്ലേ? കാനഡയില. എത്ര വർഷമായി കാനഡയിലായിട്ട്? ഞങ്ങളിവിടെ 94 വന്നു. ഇപ്പം 30 വർഷമാകും. 30 വർഷങ്ങളാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു 2 വീഡിയോ കണ്ടിരുന്നു. മരണത്തിൽ നിന്നൊക്കെ വലിയ വിടുതൽ പ്രാപിച്ചൊരു അനുഭവം. ഇംഗ്ലീഷിൽ ഒരു ടെസ്റ്റിമണി ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യത്യസ്തമാകുന്നൊരു അനുഭവം അല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ അനുഭവങ്ങളെല്ലാം കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി നാട്ടുകാരെയൊക്കെ ഒന്ന് കേൾക്കാം. നാട്ടിലൊക്കെ എവിടെയാ? നാട്ടിലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കുറിയന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ തേവറുകാട്ടിൽ വർഗീസ് എന്ന് പറയുന്ന ആളിന്റെ ഏറ്റവും ഇളയ മോനാ ഞാൻ. ഓക്കെ, കുറിയന്നൂര്. ശരി. വീട്ടിൽ സഹോദരങ്ങളെ, ഫാമിലി, അച്ഛൻ്റെ ഫാമിലി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ. എനിക്ക് എൻ്റെ മാതാപിതാക്കള്, ഒരു സഹോദരനും സഹോദരിയും, എല്ലാവരും അകാലത്തിൽ മാറ്റപ്പെട്ടു. 60 തികയുന്നതിന് മുമ്പ് എല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, പല കാരണങ്ങളാൽ. എൻ്റെ സഹോദരി 23-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഡെലിവറിയോടെ മരിച്ചു. ആ ദുഃഖം താങ്ങാനാകാതെ എൻ്റെ അമ്മ ഇങ്ങനെ വളരെ ഭാരത്തോടെ കരഞ്ഞ് ഞരങ്ങി നടന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം റേഡിയോയിലൂടെ കേൾക്കുവാൻ തക്കൊണ്ടേ, KV ചെറിയാച്ചൻ എന്ന് പറയുന്ന ദൈവദാസനിലൂടെ കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന ആ ദൈവദാസന് ഒരു 15 മിനിറ്റ് നേരം മെസ്സേജ് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അമ്മ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. അധികം താമസിയാതെ കോവൂര് ചായൻ്റെ അവിടെ അമ്മ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം മാർത്തോമ്മ ബാക്ക്ഗ്രൗണ്ടുകാരാണ്. അപ്പോൾ ഈ കുറിയന്നൂർ ഗ്രാമത്തിൽ ആദ്യമായി പെന്തിക്കോസ്തിലേക്ക് കടന്നു വന്ന എൻ്റെ അമ്മയാണ്. അപ്പം അന്ന് അവിടെ സഭയില്ല, പെന്തിക്കോസ് സഭയില്ല. അമ്മ പുല്ലാട്ട് കുറവൻകോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1/4 മണിക്കൂർ നടന്ന് അവിടെ പോയി എല്ലാ സൺഡേ ആരാധന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് മടങ്ങി വരും. അങ്ങനെ ജീവിതം തുടരെ. അമ്മയ്ക്കും പെട്ടെന്ന് ഒരു അസുഖം പിടിച്ചു. ബ്ലോക്കായിട്ട്, സ്ട്രോക്കായിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ച ആ സങ്കടം എൻ്റെ അപ്പച്ചനെ വല്ലാതെ ബാധിച്ചിട്ട് അപ്പച്ചനും അധികം താമസിയാതെ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ കഴിയുകയാണ്. ഞാനും എൻ്റെ സഹോദരനും പിന്നെയും മാർത്തോമായിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു.
അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുവൈറ്റിന് പോയി. 1975 എൻ്റെ വിവാഹം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കുവൈറ്റിലായിരിക്കുമ്പോൾ ദൈവം നൽകി തന്നു. കുവൈറ്റിൽ നല്ല ജോലിയായിരുന്നു. അവിടെ 95 വരെ ഞങ്ങൾ ജോലി ചെയ്തു. വാറിന്റെ സമയത്ത് 2 വർഷക്കാലം ഇടയ്ക്കൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. എല്ലാവരും വളരെ നേരത്തെ തന്നെ നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടെന്ന് പറഞ്ഞ സഹോദരൻ ഒരാളുണ്ടെന്ന് പറഞ്ഞു. സഹോദരന്റെ അനുഭവം തന്നെയായിരുന്നോ? ആയിരുന്നു. 59-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ, അത് പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് കുറേ കാലത്തേക്ക് ബോധമുണ്ടായിരുന്നു. 58-ാമത്തെ വയസ്സിലാണ് ഞാൻ മരിച്ചു വീഴുന്നത്. അത് നല്ല ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് മരിച്ചു വീഴുക. എന്നാൽ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി അവിടുത്തെ കരുണയിൽ, സ്നേഹത്തിൽ എൻ്റെ ജീവനെ മടക്കി തന്നു. അതെ. അപ്പോൾ കുവൈറ്റിലെ അനുഭവം പറഞ്ഞത്. കുവൈറ്റിൽ ചെന്നു, അതിനുശേഷം നമുക്ക് ആ പ്രധാന അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് അനുഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. കുവൈറ്റിലെ എല്ലാ തേഴ്സ്ഡേയും ഒരു പ്രെയർ ഉണ്ടായിരുന്നു. കുറച്ച് പേര് കൂടുന്നു, ഒരു 50 പേരൊക്കെ കൂടുന്ന ഒരു പ്രെയർ. പെന്തിക്കോസ്റ്റ് പ്രെയർ അല്ല, എന്നാൽ അവിടെ വളരെ ശക്തമായിട്ട് ദൈവവചനം ഘോഷിക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ആൾക്കാർ കൈയടിച്ച് പാട്ടുപാടുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ദൈവത്തെ അറിവാനും കഴിയുന്നിടത്തോളം അവിടുത്തെ വഴികൾ നടക്കുവാനും ദൈവം എനിക്ക് കൃപ നൽകുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ആയിത്തീർന്നില്ലായിരുന്നു. എനിക്കൊരിക്കലും ആകാൻ പറ്റിയില്ല. ആ കാലങ്ങളിലൊന്നും പറ്റിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിന്നെ സ്വർഗത്തിലിടാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണമൊക്കെ എനിക്ക് വളരെ അജ്ഞാതമായ കാരണങ്ങളായിരുന്നു. അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ 90-ൽ യുദ്ധം വന്നു, ഇറാഖുമായിട്ടുള്ള. അന്നേരം ഞങ്ങൾ നാട്ടിലായിരുന്നു ആ സമയത്ത്. പിന്നെ 1 വർഷം 91-ലാണ് ഞാൻ മടങ്ങി വരുന്നത്. പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാനഡയ്ക്ക് ഇമിഗ്രേഷൻ ലഭിച്ച് കാനഡയിൽ വരുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഇവിടെ വന്ന് 2 വർഷത്തോളം, കുറേ വർഷങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ജോലി ലഭിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണയിൽ എനിക്കൊരു നല്ല സ്ഥലത്ത്, ഒരു ചർച്ചിൽ അവരുടെ ഫൈനാൻഷ്യൽ കൺട്രോളറായിട്ട് ജോലി ലഭിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ആ ചർച്ചിന് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ 1000-ഓളം പിള്ളേരുണ്ട്. അപ്പോൾ വളരെ ബിസിയായി വളരെ നല്ലൊരു ജോലി ലഭിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അവിടെ ഞാൻ 20 വർഷക്കാലം ജോലി ചെയ്തു. ഈ ജോലിയുടെ ഇടയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മരിച്ച അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നതായിട്ട് വരുന്നു. ഞങ്ങൾ കാനഡയിൽ വന്നു കഴിഞ്ഞ് സമ്മർ ആവുമ്പോൾ അമേരിക്കയിലെ ഏതെങ്കിലും സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ ലീലയും കുഞ്ഞുങ്ങളുമായിട്ട്. അപ്പം അങ്ങനെ ഓരോ വർഷവും പോയി. ഈ 2008 ഞങ്ങൾ 2008 സിയാറ്റിലിന് പോകാൻ തീരുമാനിച്ചു, വാഷിങ്ടൺ സ്റ്റേറ്റിൽ. അപ്പോൾ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനൊക്കെ കാണാം. അവിടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരാഴ്ചയോളം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വാൻകൂവറിൽ വന്നു. വാൻകൂവറിൽ എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ജി റെജി എന്ന് പറയുന്ന അവരുടെ വീട്ടിലായിരുന്നു. അവിടെ സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് തന്നെ വാൻകൂവറിൽ നിന്ന് എഡ്മണ്ടന് വന്നു. ഇത് 1500 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ചു. ആദ്യത്തെ 5 മണിക്കൂർ ഞാനാണ് ഡ്രൈവ് ചെയ്തത്, കാമലൂപ്സ് വരെ. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു പാതയായതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഡ്രൈവ് ചെയ്തത്. പക്ഷെ അന്നേരം ഒന്നും ഫീൽ ചെയ്തില്ല, നോർമലായി ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ മോള് ജീന ഡ്രൈവ് ചെയ്തു ഹിൻഡൺ വരെ, അതും 5 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോള് ഗ്രേസ് അവിടെ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്.
അപ്പോൾ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഒരു ഫ്രീ വേ ഉണ്ട്, വൈറ്റ്മഡ് ഫ്രീ വേ. അതും എടുത്തിട്ട് 119 സ്ട്രീറ്റ് എക്സിറ്റ് ചെയ്ത് വരികയാണ്. അപ്പം ഞാൻ മാത്രമേ സാധാരണ ആ എക്സിറ്റ് എടുക്കത്തുള്ളൂ. ബാക്കി എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നേരെ പോയി വേറെ ഒരു വഴി കൂടെ വരുന്നു. ഞാൻ ആ വഴി കൂടെ വിടാനായിട്ട് എൻ്റെ മോളോട് പറഞ്ഞു. ആ എക്സിറ്റിൻ്റെ റാമ്പിൽ വണ്ടി ഇങ്ങനെ അതിൻ്റെ മേളിൽ വരെ ചെല്ലുകയും എൻ്റെ തലയിൽ ഒരു മിന്നൽ പോലെ എന്തോ എനിക്കൊന്ന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ കണ്ണടഞ്ഞു, എൻ്റെ ജീവൻ പോയി. അപ്പോൾ എന്നാൽ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് 2 തവണ വിളിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത മോള് ജീന അത് കേട്ടു. അവൾക്കത് അൺയൂഷ്വലായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അച്ചാച്ചൻ അങ്ങനെ പറഞ്ഞത്? അവൾ അവിടുന്ന് അച്ചാച്ചനെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ പൾസ് നോക്കിയപ്പോൾ എനിക്ക് പൾസ് ഇല്ല. അപ്പോൾ കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഇളയ മോൾ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 1 കിലോമീറ്ററിലൂടെ വണ്ടി പോയി. അപ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ ഇവൾ വണ്ടി ചവിട്ടി അങ്ങ് നിർത്തി. വണ്ടി ചവിട്ടി നിർത്തിയ സമയത്ത് അതൊരു സോക്കർ ഫീൽഡിൻ്റെ അവസാന ഭാഗത്താണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഒത്തിരി വലിയൊരു സോക്കർ ഫീൽഡാണ്. ബ്രൂക്ക് ഫീൽഡ് സോക്കർ ഫീൽഡ് എന്ന് പറയും. 5-6 ഗ്രൂപ്പുകൾക്ക് കളിക്കാൻ പറ്റുന്ന, ഫുട്ബോൾ കളിക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഈ റോഡിൻ്റെ പ്രശ്നം കാരണം അങ്ങേ അറ്റത്താണ് കളിക്കുന്നത്. അങ്ങേ അറ്റം ഒത്തിരി ദൂരെയാണ്, വിളിച്ചാലും പോലും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വണ്ടി വന്നു. എൻ്റെ മക്കളും ലീലയും ഒക്കെ കരഞ്ഞ് അലച്ച് വിളിച്ച് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് 15 സ്ത്രീകൾ അവിടെ വന്നു. അവർ ഈ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വന്നിട്ട് എന്താ പ്രോബ്ലം എന്ന് നമ്മളോട് ചോദിച്ചപ്പം ജീന പറഞ്ഞു, എൻ്റെ അച്ചാച്ചന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. അതിൽ മിഷേൽ മക്മോറൻ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് നേഴ്സ്, അവർ ഇവിടുത്തെ വളരെ നാളത്തെ പരിചയമൊക്കെയുള്ള ഒരു നല്ല വണ്ണവും പൊക്കമൊക്കെ. അവരെൻ്റെ ബോഡി സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്തെടുത്ത് താഴെയുള്ളവർക്ക് കൊടുത്തു. എൻ്റെ ബോഡി ഇവിടുത്തെ സൈഡ് വോക്കിൽ സിമിൻ്റെയിലോട്ട് കിടത്തി. ആൾക്കാർക്ക് നടന്നു പോകുന്ന സൈഡ് വോക്കിലോട്ട് കിടത്തി. എന്നിട്ട് ഈ മിഷേൽ മക്മോറൻ എന്ന് പറയുന്ന നേഴ്സ് എനിക്ക് വായിക്കൂടെ ശ്വാസം തന്നു. അപ്പോൾ എറിൻ ഫിൻലെ എന്ന് പറയുന്ന ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ഉണ്ട്. അവൾ പെട്ടെന്ന് ചാടി വന്നിട്ട് എൻ്റെ ഹാർട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി, കംപ്രഷൻ തരാൻ തുടങ്ങി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 10-15 മിനിറ്റ് നേരം ഇവർ ചെയ്തു. അപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഇടയ്ക്ക്. അപ്പോൾ ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവരെല്ലാം ഓടി വരും. അവരെല്ലാം വന്നു. ഈ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളിൽ തുടർന്നാൽ മതി, ഞങ്ങൾക്കും ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഇത് തന്നുകൊണ്ടേയിരുന്നു CPR. ആ സമയത്തേക്ക് ആംബുലൻസുകാർ വന്നു. അപ്പോൾ ഈ മിഷേൽ മക്മോറൻ കരുതിയത് ഞാൻ 1 സെക്കൻഡ് നേരത്തേക്ക് തിരിച്ചു വന്നിട്ട് അങ്ങ് മരിച്ചു പോകും. അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ തിരിച്ചു വന്നേയില്ല. അപ്പോൾ എൻ്റെ ഭാര്യയെ അവൾ വിളിക്കുകയാണ്, വന്ന് കയ്യെ പിടിക്കണം. അവസാനമായി കണ്ണടയ്ക്കുമ്പോൾ ഞാൻ അവിടെ മുഖം കാണാനാണ്. പക്ഷെ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഈ ആംബുലൻസുകാർ എന്നെ സ്ട്രെച്ചറിലെടുത്ത് അവരുടെ ആംബുലൻസെ കൊണ്ടുപോയി. അവരെന്നെ ഷോക്ക് ചെയ്തു. ഫസ്റ്റൊക്കെ ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഡീഫിബ്രില്ലേറ്റർ ഉപയോഗിച്ച് ഷോക്ക് ചെയ്യുക, പാഡ് ഉപയോഗിച്ച് ഷോക്ക് ചെയ്യുക. ഷോക്ക് ചെയ്ത് അവർ പലതവണ എന്നെ ഷോക്ക് ചെയ്തു. അവസാനം ഞാൻ ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനാണ് ഇതിലെ കഥാപാത്രം. ഞാനിങ്ങനെ വേർത്ത് കുളിച്ച് ആ സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പല കാര്യങ്ങൾ ചോദിച്ചു. എവിടുന്നാണ് വരുന്നത്, എന്താ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്തുവാ, ആരൊക്കെയുണ്ട്, എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു.
അപ്പോൾ അവർ കരുതിയത് കുഴപ്പമൊന്നുമില്ല, ഇതൊരു ഇൻസിഡൻ്റ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരാൾ ചെന്നിട്ട് ലീലയോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ രീതി അനുസരിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ലീലയും മക്കളും ഫോളോ ചെയ്തു. അവർ പോയ വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ഈ ഫ്രണ്ട്സൊക്കെ അവിടെ ഓൾറെഡി വന്നിരുന്നു. അതിലൊരു നേഴ്സ് പ്രാക്ടീഷണർ, ഈ കാർഡിയോളജി വർക്ക് ചെയ്യുന്ന അവളാണ് അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾ. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഓൾറെഡി വീട്ടിൽ പോയി. പിന്നെയുള്ള ജൂനിയർ കാർഡിയോളജിസ്റ്റ് അവിടുത്തെ അപ്പോൾ ഡ്യൂട്ടിയുള്ള ആൾക്ക് എൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ, സ്ഥിരപ്പെടുത്തി നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഹാർട്ട് നിൽക്കാൻ പോകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ബ്രെയിനിലോട്ട് ഓക്സിജൻ പോകത്തില്ല. ബ്രെയിനിലോട്ട് ഓക്സിജൻ പോകാതിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. സംതിങ്, എന്തോ ഒന്ന് മിസ്സിങ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹാർട്ട് നിൽക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു, എല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടത്. ഈ പ്രക്രിയയിൽ ഈ തുടർന്ന് 4 ദിവസത്തെ എൻ്റെ ഹോസ്പിറ്റലിലെ വാസത്തിൽ ഞാൻ കേട്ടതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, യു വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ടു യു ടുഡേ. നീ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ എടുക്കാൻ പോകണം. അപ്പം മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കരയണോ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഞാൻ കരുതി അതുകൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ, കണ്ണ് തുറന്ന് തന്നെ മരണത്തെ കാണാം, കർത്താവിനെ കാണാം. അപ്പം ഞാൻ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴ് ഭയങ്കരമായ ഒരു ഇടി എൻ്റെ നെഞ്ചത്ത് കിട്ടി, ഒരു ചുറ്റിക വെച്ചിടിക്കുന്നത് പോലെ. എൻ്റെ ബോഡി അര മുതൽ മേലോട്ടുള്ള ഭാഗം പൊങ്ങിയിട്ട് താഴെ സ്ട്രെച്ചറിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറുടെ കയ്യെ ഞാനിങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ ചെയ്തത്? അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഷോക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊറ്റ കൈ പ്രയോഗിക്കുക. അങ്ങനെ 4 തവണ ഷോക്ക് ചെയ്തു. അപ്പോൾ അവർ ഓൾറെഡി എന്നെ ബോധം കെടുത്താനായിട്ട് കുത്തിവെച്ച് കഴിഞ്ഞിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്യാൻ ഇച്ചിരി സമയമെടുത്തു. 4 തവണ ഷോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബോധം കിട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ആ പ്രക്രിയയിൽ അന്നേരം തന്നെ 1 മണിക്കൂറിനിടയിൽ 30 തവണ എന്നെ ഷോക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ അവർ എണ്ണിയില്ല എത്ര തവണ ഷോക്ക് ചെയ്തു. എന്നെ ഷോക്ക് ചെയ്ത ഓരോ തവണയും ദൈവത്തിൻ്റെ മഹാ അത്ഭുതത്താൽ ഞാൻ ഇച്ചിരി സമയത്തേക്ക് എൻ്റെ ഹാർട്ട് ഇടിക്കും. കുറച്ച് നേരത്തേക്ക് അത് വർക്ക് ചെയ്തിട്ട് പിന്നെ അതങ്ങ് ഡൈ ഡൗൺ ചെയ്യും, ഹാർട്ടങ്ങ് നിന്നു പോകും. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ഇവരെ ഈ ഷോക്ക് ചെയ്യുന്നത് നിർത്തിയില്ല. അല്ലെങ്കിൽ 5-6 തവണ ഷോക്ക് ചെയ്യത്തുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ ഷോക്ക് നിർത്തും. അപ്പം ഇവർ ഷോക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ എപ്പോഴും എൻ്റെ ഹാർട്ട് തിരിച്ചു വരാനായിട്ട് ഒരു നല്ല ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സീനിയർ കാർഡിയോളജിസ്റ്റ് ശർമ്മ എന്ന് പറയുന്ന ആൾ വന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു പേസ് മേക്കർ പുറത്ത് പിടിപ്പിച്ചിട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് അത് നോർമലാക്കി. അതൊരു വലിയ പ്രക്രിയയായിരുന്നു. പുള്ളിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, ബിക്കോസ് എൻ്റെ ഹാർട്ട് അങ്ങോട്ട് അതിൻ്റെ ബീറ്റ് ശരിയാകുന്നില്ല. അങ്ങനെ തന്നെ സെഡേറ്റ് ചെയ്ത് ഈ പേസ് മേക്കറും പിടിപ്പിച്ച് ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്തിട്ട് എന്നെ വാർഡിലോട്ട് കൊണ്ടുപോയി. വാർഡിൽ ചെന്നപ്പം ഈ ഡോക്ടർ ശർമ്മ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ അപ്ഡേറ്റ് ചെയ്തു, വളരെ സീരിയസ് ആണ്, തിരിച്ചു വരുമോ എന്നറിയത്തില്ല, അല്ല എത്ര നേരം ഓക്സിജൻ ബ്രെയിനിൽ നഷ്ടപ്പെട്ടെന്നറിയത്തില്ല ഈ പ്രക്രിയയിൽ, അപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കും മടങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. എനിവേ അവരുടെ കാലാവധി 70 to 72 മണിക്കൂർ വെന്റിലേറ്ററിലായിരിക്കണം. അപ്പോൾ എല്ലാം മെഷീനിലേക്ക് മാറ്റി ഞാൻ അവിടെ കിടക്കുക. ഞാനിതൊന്നും അറിയുന്നില്ല, എനിക്ക് ഈ 1 മണിക്കൂർ നേരത്തെ കാര്യമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാനവിടെ കിടക്കുന്ന സമയത്ത്
എപ്പോഴൊക്കെയോ എൻ്റെ തലച്ചോറിനകത്ത് ഒരല്പം ബോധം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ ഒരാൾ എന്നോട്, ആ സെയിം ആൾ എന്നോട് പറയാണ്, യു പ്രേ, നീ പ്രാർത്ഥിക്ക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ എന്നോട് പറഞ്ഞു, യു പ്രേ ടു വാഷ് യു ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ഫ്രം ഹെഡ് ടു ടോ. നിന്നെ യേശുവിൻ്റെ രക്തത്തിൽ കഴുകാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ എനിക്കൊരല്പം ബോധത്തിൻ്റെ ലക്ഷണം തലച്ചോറ് വന്നു, അന്നേരമല്ല ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകണേ. അങ്ങനെ എത്ര തവണ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ശനിയാഴ്ച ഒരു ഉച്ചയായപ്പോൾ എന്നെ അവർ ഉണർത്തി. ഇത് ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയായപ്പോൾ ഉണർത്തിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ മസിലെല്ലാം റിലാക്സ് ചെയ്യാനായിട്ട് അവർ മരുന്ന് തന്നുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണ് പകുതിയെ തുറക്കത്തുള്ളായിരുന്നു. അപ്പം എല്ലാവരെയും എനിക്ക് അര മുതൽ താഴോട്ട് കാണാം. അങ്ങനെ എൻ്റെ ലീലയും കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കണ്ടത്. അപ്പം ഞാനിങ്ങനെ ഉണർന്നു വരികയാണ്. ഉണർന്നു വരുന്നതിന് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായി. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ സെയിം ശബ്ദം എന്നോട് സംസാരിച്ചു, വി കനോട്ട് പുട്ട് യു ഇൻ ഹെവൻ. ഞാൻ ചോദിച്ചു, എന്നെ എന്താ സ്വർഗത്തിലിടാൻ പറ്റാത്തത്? ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് വിശ്വസിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, യു ഹാവ് ഇൻ റെക്കൺസൈൽഡ് ടു സോ മെനി പീപ്പിൾ. നീ അനേകരോട് നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. അതൊരു പാപമാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞു ചെയ്ത് ഞാൻ അവരോട് ക്ഷമിച്ചു, അത് കഴിഞ്ഞല്ലോ, അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പോഴാണ് ഈ ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയല്ല, അവരുമായി നിരപ്പ് പ്രാപിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകണേ. അപ്പം ഞാൻ ഉണർന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കുരിശാണ്. ഒരു ചെറിയ കുന്നിൻ്റെ മണ്ടയ്ക്ക് നാട്ടിയിരിക്കുന്ന ഒരു കുരിശ്. അപ്പോൾ ഒരു ചുമന്ന ദ്രാവകം വലിയ തിരമാല പോലെ, കടലിലെ സുനാമി വരുന്നത് പോലെ എൻ്റെ നേരെ വരികയാണ്. അപ്പം ഞാൻ കരുതി ഇതെന്താണെന്ന് നോക്കിയപ്പോൾ ഇത് ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നാണ് വരുന്നത്. അത് വന്ന് എന്നെ അങ്ങ് മൂടി. അപ്പോൾ അന്നേരമൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ എന്നെ കഴുകിയിട്ടാണ് എന്നെ ഉണർത്തുന്നത്. ഉണർത്തിക്കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരല്പനേരം കിടന്ന് ഒന്ന് മയങ്ങി. അന്നേരം എൻ്റെ മോള് ജീന മാത്രമേ മുറിയിലുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഉണർന്നു വന്നപ്പോൾ ഒരു വെളുത്ത കോട്ടിട്ട വണ്ണമില്ലാത്ത നല്ല നീളമുള്ള ഒരു വ്യക്തി മുറിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോകുന്നു. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, അതാരെ മോളെ എന്നോടൊന്നും പറയാതെ ഇറങ്ങി ഓടിപ്പോയി? അപ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ചനെ, നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ മുറി വേറെ ആരുമില്ല. ഇപ്പോഴൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സും ശരീരവും ഒന്നും അങ്ങനെ പ്രോപ്പറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല. അന്ന് രാത്രിയിൽ ഒരു വിഷനാണോ സ്വപ്നമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വളരെ റിയലായ ഒരു കാര്യം ഞാൻ കണ്ടു. ഇവിടെ എനിക്ക് ഭയങ്കര വേദന തോന്നി, ഹാർട്ടിൻ്റെ മേൽ. ഞാൻ കൈയിട്ട് നോക്കിയപ്പോൾ അവിടെ ആരോ കട്ട് ചെയ്തിട്ട് തുന്നിക്കെട്ടി ബാൻഡേജ് ഒട്ടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ വ്യക്തി എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, വാട്ട് ഡിഡ് യു ഡു ടു മീ? നീ എന്താ എന്നോട് ചെയ്തതെന്ന് ചോദിച്ചു. അന്നേരം ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിന്റെ ഹാർട്ട് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. യുവർ ഹാർട്ട് വാസ് നോ ഗുഡ്, സോ ഐ ഹാഡ് ടു റിമൂവ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് ടു ഗാർബേജ്. അപ്പം ഞാൻ ചോദിച്ചു, ഒരു മരിച്ചയാളുടെ ഹാർട്ടാണെന്നോ എനിക്ക് വെച്ച്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കണേ. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയാ, നോ മൈ സൺ, ഐ ഗിവ് യു മൈ ഹാർട്ട്. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന വീട്ടിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിനക്ക് എൻ്റെ ഹൃദയം തന്നു അല്ലേ? അതെ, നിന്റെ ഹാർട്ട് ഞാൻ ഗാർബേജിൽ അല്ലെങ്കിൽ
കച്ചടായിക്കകത്ത് എറിഞ്ഞു കളഞ്ഞു. അപ്പം ചോദിച്ചു, എൻ്റെ മറ്റാരെങ്കിലും മരിച്ചുപോയവരുടെ ഹാർട്ടാണോ എനിക്ക് തന്നത്? അപ്പം കിട്ടുന്ന മറുപടി, അല്ല മകനെ, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തന്നെന്ന്. ആമേൻ. ദൈവത്തിന് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടിന്യൂ ചെയ്യാം. ഒക്കെ അങ്ങനെ കർത്താവിൻ്റെ ഹൃദയം എനിക്ക് തന്ന് എന്നെ ഉണർത്തി. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ CCU കാർഡിയോളജി വാർഡിൽ കിടക്കുകയാണ്. 2 ആഴ്ച അങ്ങനെ അവിടെ കിടന്നു. കാനഡയിൽ എന്തൊക്കെ ടെസ്റ്റ് ഹാർട്ടിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ കാർഡിയോളജിസ്റ്റ് എൻ്റെ ഹാർട്ട് ചെയ്തു. പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ എനിക്ക് ബ്ലോക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത് അവർ MRI എടുത്തു നോക്കി ഹാർട്ടിൻ്റെ. അവിടെയും പ്രോബ്ലം ഒന്നുമില്ല. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഒത്തിരി മരുന്നുമായിട്ട് അവരെന്നെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴേ ഈ മരുന്നുകളൊക്കെ വളരെ കട്ടിയുള്ള മരുന്നായിരുന്നു. അതിൻ്റെ ഡോസേജും കൂടുതലായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ടാക്കി. ഒരു കുറേ വർഷങ്ങളിലേക്ക് ഞാൻ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ബോധം കെട്ട് വീഴുക, അങ്ങനെ പല പ്രക്രിയയിലൂടെ കടന്നുപോയി. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു 2 മാസം എടുത്തു ഏകദേശം നോർമലായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എനിക്ക് പ്രാപ്തി വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ കാർഡിയാക്ക് റീഹാബിന് പോയി. ഒരുമാതിരി ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഞാൻ ജോലിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഒക്ടോബറിൽ. അപ്പോൾ ഒരു ഒക്ടോബർ 20-ാം തീയതി ആയപ്പോൾ ഒരു ദിവസം അന്ന് രാവിലെ 7 മണിക്ക് ഞാൻ ഉണർന്ന് താഴെ വന്നിട്ട് പിന്നെയും സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോവുകയും പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഓക്സിജൻ മിസ്സാകുകയാണ്. ഞാൻ താഴെ വന്നു. എൻ്റെ മോൾ എന്നെ ഹെൽപ്പ് ചെയ്തു ഡീപ്പായിട്ട് ശ്വാസം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ എനി മിനിറ്റ് പോവും, ഇവർ ആംബുലൻസുകാരെ വിളിക്കുക. അപ്പോൾ അവൾ അങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയും എനിക്ക് മനസ്സിലായി ഞാൻ പോവുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഫയർഫോഴ്സുകാർ വന്നിട്ട് കതക് തുറന്നു. അവരുടെ എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ കൈക്ക് പിടിച്ച് ക്യാരി ചെയ്ത് ഇവിടുത്തെ കാർപ്പറ്റെ കിടത്തിയിട്ട് അവരെന്നെ ഷോക്ക് ചെയ്തു. അവർ 5 തവണ ഷോക്ക് ചെയ്തു. അവർ ഷോക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നില്ല. അന്നേരം അവരെന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും എന്നെ ഷോക്ക് ചെയ്തു. പക്ഷെങ്കിൽ അന്നേരം എന്നെ പിന്നെ വെന്റിലേറ്റർ ഇടേണ്ടി വന്നില്ല. ഞാൻ അധികം താമസിയാതെ ഉണർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. അപ്പോൾ എൻ്റെ കാർഡിയോളജിസ്റ്റ് പുള്ളി ആ വ്യക്തി എന്നോട് പറഞ്ഞ്, ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, വീറ്റാക്ക് അറ്റാക്കാണ്. വീറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആരും രക്ഷപ്പെടത്തില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഹാർട്ട് നിന്ന് പോകുന്ന ഒരു പ്രതിഭാസമാണ്. ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ എൻജിൻ സീസ് ആകുന്ന പോലെ നിന്ന് പോകുക. അപ്പോൾ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഷോക്ക് ചെയ്യുന്ന ആ ഡിവൈസ് അത് എൻ്റെ മസിലിനകത്ത് അവർ പിടിപ്പിച്ചു. അപ്പോൾ അത് ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്നാൽ 2010 ഞാൻ എൻ്റെ ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമായിരുന്നു. അപ്പോൾ 2019 എനിക്കൊരു ചെറിയ കോൾഡ് വന്നു. കോൾഡ് വന്നിട്ട് ഈ കഫം തൊണ്ടയ്ക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ കാർക്കിച്ച് തുപ്പിയപ്പോൾ പെട്ടെന്ന് ഞാൻ താഴെ വീണു. ദൈവകൃപയാൽ എൻ്റെ തലയെങ്ങും ഇടിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ബോധം എല്ലാം നഷ്ടപ്പെട്ടു. ഏത് സ്റ്റേജിലാണെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ തല പോയി ഫ്ലോറയിലോട്ട് ഇടിച്ച് ഒരു വലിയ ശബ്ദം കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്ന്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കട്ടിലയിലോട്ട് പോയി കിടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ ഷോക്ക് ചെയ്ത. രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 4 മണി വരെ 46 തവണ ഇതെന്നെ ഷോക്ക് ചെയ്തു. ഈ ഷോക്കെന്ന് പറഞ്ഞാൽ ഭീകരമായ അവസ്ഥയാണ്. തലച്ചോറ് പൊട്ടിത്തെറിക്കുന്ന
അതുപോലെ നമുക്ക് തോന്നും. എൻ്റെ ജീവിതത്തിലെ ഈ എപ്പിസോഡുകളിൽ 100-ൽ കൂടുതൽ തവണ എന്നെ ഷോക്ക് ചെയ്തു. 100 പോയിട്ട് ഒരു 50 തവണ ഷോക്ക് ചെയ്ത് ആരും ജീവിച്ചെടുപ്പുണ്ടാകുകയില്ല. ദൈവം ഒന്ന് അത്ഭുതകരമായി എന്നെ കാത്തു, എൻ്റെ ജീവനെ മടക്കി തന്നു. അന്ന് പിന്നെ എന്നെ വെന്റിലേറ്ററിലിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുതിയ മരുന്നുകളൊക്കെ തന്ന് എന്നെ വിട്ടു. അതിലൊരു മരുന്ന്, ആമിയട്രോൺ എന്ന് പറയുന്ന മരുന്ന്, ഹാർട്ടിൻ്റെ ബീറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ്. ആ മരുന്ന് ഞാനിപ്പോഴും എടുക്കുന്നുണ്ട്. മരുന്നിൻ്റെ ഒന്നും വലിപ്പമല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ. നമ്മൾ വീണാലും നിലംപരിചാകാതെ കാക്കുന്ന വലിയവനായ യഹോവ ദൈവം നമ്മളുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതാണ്. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും ഈ അടിയനെ വിടുവിച്ചു. സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ. വേദവാക്യങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതിയായി നിറവേറി. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടില്ല. ദൈവം എന്നെ കടാക്ഷിക്കത്തക്കോണം എൻ്റെ ജീവിതത്തിൽ ഒരു യോഗ്യതയും പറയാനില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയ എന്നെ തേടി വന്നു. ആരുടെയൊക്കെയോ പ്രാർത്ഥന, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ വലിയവനായ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി തന്നു. ജീവനോടെ ഇപ്പോഴും എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഈ ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവവേദനായി തീർന്നു. അന്ന് ഞാൻ മാർത്തോമാ സഭയോട് യാത്ര പറഞ്ഞു. ഇവിടെയുള്ള പെന്തിക്കോസ്ത് കൂട്ടായ്മയെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബുധനാഴ്ച വൈകിട്ട് 7:20 ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2008 ജൂലൈ 9 സംഭവിക്കുന്നു. അതായത് ആദ്യത്തെ പ്രാവശ്യം കാറിൽ വെച്ച് സംഭവിക്കുന്നു. ഓടുന്ന വണ്ടിക്കകത്ത് സംഭവിച്ചു. അന്ന് ഞങ്ങളിവിടെ കൂടി നടക്കുന്ന ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ്, ഒരു 50 പേരുള്ള പ്രെയർ ഗ്രൂപ്പിന് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക. അപ്പോൾ അവിടെ പാസ്റ്റർ പെട്ടെന്ന് പ്രിസേർവ് എന്ന് പറഞ്ഞു. വളരെ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ പെട്ടെന്ന് ആ വാക്കുകൾ മാറ്റിയിട്ട് പ്രിസേർവ് ഹിം, കാത്തോണേ കാത്തോണേ, അവനെ കാത്തോണേ എന്ന് പറയാൻ തുടങ്ങി. അതെന്നെ പറ്റിയായിരുന്നു. ഇവരിതൊന്നും അറിയുന്നില്ല. ഇത് റോഡ് സൈഡിൽ നടക്കുന്ന ഒരു 10 കിലോമീറ്റർ ദൂരെ നടക്കുന്ന കാര്യമാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു വ്യക്തിയുടെ മാത്രം പ്രാർത്ഥനയല്ല, അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ ഒരു വലിയ പ്രാർത്ഥന ജീവിതമുള്ള സ്ത്രീയായിരുന്നു. എൻ്റെ ആ പ്രാർത്ഥനയുടെ അതിൻ്റെ ഒരു കാവൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഹാർട്ടിൻ്റെ സ്റ്റോറി. അതുകൊണ്ട് പക്ഷേ എൻ്റെ സ്റ്റോറി അവസാനിക്കുന്നില്ല. 2000 ഇവിടുത്തെ തണുപ്പ് കാലം വളരെ കഠിനമുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ വിൻ്ററിൻ്റെ ആ സമയത്ത് എവിടെയെങ്കിലും ഒരു 10 ദിവസത്തേക്ക് എവിടെയെങ്കിലും ചൂടുള്ള സ്ഥലത്തോട്ട് പോകും. 2017 ഞങ്ങൾ ഹവായിക്കാണ് പോയത്. ഞങ്ങൾ കുടുംബമായിട്ട് പോയി. അപ്പോൾ അവിടുന്ന് മാവി എന്ന് പറയുന്ന ഒരു ഐലൻഡുണ്ട്. ആ ഐലൻഡിൽ വെച്ച് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു ഒരു ഫ്ലൂ പിടിച്ചു. ഭയങ്കരമായ ചുമ, നിർത്താത്ത ചുമ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇൻഫ്ലുവൻസ എ ആണെന്ന് പറഞ്ഞത്. ഇൻഫ്ലുവൻസ എ എന്ന് പറഞ്ഞാൽ വളരെ ഡെഡ്ലി ആയ ഒരു മരണകാരണമാകുന്ന ഒരു ഇൻഫ്ലുവൻസ ആണ്. ആ അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾക്ക് നാളെ യാത്ര ചെയ്യാൻ പറ്റുമോ?
ദൈവം 7 മണിക്കൂർ പ്ലെയിൻ യാത്രയിൽ എന്നെ കാത്തു, ചുമയ്ക്കാതെ. എന്നാൽ കാൽഗറി എന്ന് പറയുന്നത് ഇവിടുന്ന് 300 കിലോമീറ്റർ ദൂരെയുള്ള എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. വീൽ ചെയറിൽ പുറത്തു വന്നു. അന്ന് രാത്രിയിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മോൾ അവിടെ താമസിക്കുന്ന അവിടെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം എനിക്ക് പോരാൻ പറ്റിയില്ല. ഈ ഫ്ലൂ അങ്ങ് വല്ലാതെ എന്നെ ബാധിച്ചിട്ട് അവിടുത്തെ ആശുപത്രിയിൽ പോയി. അവിടുത്തെ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവിടെ കിടന്നാൽ നിനക്ക് മറ്റ് അസുഖങ്ങൾ പിടിക്കും, അതുകൊണ്ട് നീ അങ്ങ് വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ എന്നോട് അങ്ങനെ പറയുന്നത് എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആൻറ്റിബയോട്ടിക് വേണ്ടെന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ എനിക്ക് 3 ആൻറ്റിബയോട്ടിക് ഒരേ സമയം തരേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ജൂനിയർ ഡോക്ടറുണ്ട്, നമ്മുടെ നാട്ടിലെ ഈ ഹൗസ് സർജൻസി എന്ന് പറയുന്ന പോലെ. എൻ്റെ ഹീമോഗ്ലോബിൻ കുറവാണ്, 14 നോർമൽ. അത് എൻ്റേതൊരു 10 വന്ന് നിൽക്കുക. അപ്പോൾ ഈ ജൂനിയർ ഡോക്ടർക്ക് അറിയണം ഇതെന്തുകൊണ്ട് എൻ്റെ ഹീമോഗ്ലോബിൻ താഴെ വന്നു. ഇവിടുത്തെ കാർഡിയോളജിസ്റ്റും എൻ്റെ ഡോക്ടറും എല്ലാം പറയുന്നുണ്ട്, ഈ ഞാൻ എടുക്കുന്ന മരുന്നുകൾ എടുക്കുന്ന പലർക്കും ഇങ്ങനെ ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പോൾ ആ ഡോക്ടർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ദിവസം രാവിലെ 26 ട്യൂബ് കൊണ്ടുവന്ന് അതിനകത്ത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് പല ലാബിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ കണ്ടുപിടിച്ചു എൻ്റെ ബ്ലഡിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സംശയം തോന്നി. അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് റിപ്പോർട്ട് തന്നിട്ട് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അവർ തന്നെ ഇവിടെ ഇവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ വിളിച്ച് സ്പെഷ്യലിസ്റ്റിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അങ്ങനെ ഞാൻ ഇവിടെ എഡ്മണ്ടിന് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിവിടെ വെജിറ്റബിൾ ഗാർഡൻ നോക്കും, നടക്കാൻ പോവും, നോർമലായ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ക്യാൻസർ ഡോക്ടർ എന്നോട് പറയാണ്, നിനക്ക് ക്യാൻസറാണ്. അപ്പം ഞാനും ഭാര്യയും ചിരിക്കുക, എന്നുവെച്ചാൽ ക്യാൻസർ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വളരെ ഷുവറാണ്, 90% ഞാൻ ഷുവറാണ് നിനക്ക് ക്യാൻസർ ആണ്. എന്നിട്ട് പടം വരച്ച് കാണിച്ചു തന്നു. എൻ്റെ നട്ടിൽ നിന്ന് ഈ ബോൺ മാരോ ക്യാൻസർ പിടിച്ചിട്ട് ഈ പ്രോട്ടീൻ ഇങ്ങനെ ലീക്ക് ചെയ്യുക. ആ സ്റ്റേജിൽ പിന്നെ കഠിനമായ കീമോ, പിന്നെ അത് കഴിഞ്ഞപ്പം ആ ഒക്ടോബറിൽ അവനെനിക്ക് ട്രാൻസ്പ്ലാന്റ് തന്നു. എൻ്റെ തന്നെ സ്റ്റെം സെൽ എടുത്തിട്ട് ബ്ലഡിലെ സെൽസ് എടുത്ത് അത് ക്ലീൻ ചെയ്ത് എൻ്റെ ബോഡിയിൽ തന്നെ തിരിച്ചിട്ട് അങ്ങനെ എനിക്ക് രോഗസൗഖ്യം പ്രാപിച്ച് ഞാൻ തിരിച്ചു വന്നു. എന്നാൽ ഞാനിപ്പോഴും കീമോ എടുക്കുന്നയാളാണ്. ചെറിയൊരു ഡോസാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, സൈഡ് ഇഫക്റ്റൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഞാൻ ഇതിനകത്തൂടെ എല്ലാം കടന്നു പോയപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അനേകർക്ക് ഹാർട്ടിന് പ്രോബ്ലം കാണും. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടരുത്, ഒരിക്കലും ഭയപ്പെടരുത്. ഈ ഹാർട്ട് എന്ന് പറയുന്ന അവയവമാണ് ആദ്യമായി അമ്മയുടെ ഗർഭത്തിൽ ഒരു ശിശുവിന് ഉരുവായി വരുന്നത്. ഒരു ദിവസം ഒരു സെൽ ഇങ്ങനെ പെട്ടെന്ന് അനങ്ങിത്തുടങ്ങും, അത് പിന്നെ ഗ്രാജുവലി ഹാർട്ടായി മാറുക. ദൈവത്തിന് നമ്മുടെ ഹാർട്ട് സൃഷ്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാനും വിശ്വസ്തനാണ്. ഇതുപോലെ ഒരു പമ്പ് ലോകത്തിൽ ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. 100 വർഷം ഒരാൾ ജീവിച്ചാൽ 100 വർഷം ആ ഹാർട്ട് അടിച്ചുകൊണ്ടേ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്തായിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, അല്ല ഇങ്ങനെ അറ്റാക്ക് വന്ന് ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥ ആയിക്കോട്ടെ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ അതൊന്നും ലേറ്റായിട്ടില്ല. മരുന്നിലൂടെയും ഡോക്ടറിലൂടെയും ഒക്കെയും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്, അവൻ നമ്മളെ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട്
ഈ ക്യാൻസറിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു 5 സെക്കൻഡ് സമയത്തേക്ക് പതറിപ്പോയി. ഈ ഡോക്ടറിനോട്, ഓൺകോളജിസ്റ്റ് എന്നോട് എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞപ്പം ഞാൻ പതറിപ്പോയി. പെട്ടെന്ന് എനിക്ക് എൻ്റെ ധൈര്യം മടക്കി വന്നു. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിക്കത്തുമില്ല എന്നുള്ള ഉറപ്പ് വന്നു. അതുകൊണ്ട് ക്യാൻസറിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അനേകർ കാണും, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ആയുസ് മുഴുവൻ തന്നെ ഒരു മിനിറ്റ് താമസിക്കാതെ നഷ്ടപ്പെടാതെ നിങ്ങളെ കാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ അന്നുവരെയും ജീവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പ്ലാനുണ്ട്. ഈ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു തീർക്കണമെന്ന ഒരു പ്ലാൻ ദൈവത്തിനുണ്ട്. അതെല്ലാം അക്കംപ്ലിഷ് ചെയ്യുവാൻ തക്കണം, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാൻ തക്കണം. ദൈവം നമുക്കെല്ലാവർക്കും സാവകാശവും സമയവും നൽകി തരട്ടെ. വലിയവനായ ദൈവം വിശ്വസ്തനായിരിക്കാൻ നമ്മളെ എല്ലാം കാക്കുവാൻ അവന് കഴിവുള്ളവനാണ്. നന്ദിയോടെ സ്തോത്രം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനീ പറഞ്ഞത് 100% കറക്റ്റാണ്. ഞാൻ 1-2 കാര്യം നിങ്ങളെ കാണിക്കാം. ഇവിടുത്തെ കാണാമോ പാസ്റ്ററെ? കാണാം. എഡ്മണ്ടൺ ജേർണൽ എന്ന് പറഞ്ഞ പത്രമാണ് അല്ലേ? ആന്നു. ഇവിടെ ഞാൻ ഈ സ്ത്രീകളെ അവസാനം കണ്ടുപിടിച്ചല്ലോ, അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലീല ആരോടോ പറയുന്നത് കേട്ടു, സ്ത്രീകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ഞാൻ ലീലയോട് പറഞ്ഞു, സ്ത്രീകളെ ഒന്ന് കാണണമല്ലോ. അപ്പൊ അവള് പറഞ്ഞു ഇങ്ങനെ, അതായത് നമുക്ക് CPR ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തവര്. അപ്പൊ അവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. ഈ സംഭവം നടക്കുന്ന ബുധനാഴ്ച വൈകിട്ട് 7:20 അപ്പോൾ എല്ലാ ബുധനാഴ്ച 7:20 ഞാൻ ലീലയെ കൂട്ടി അതിൽ ഡ്രൈവ് ചെയ്ത് പോകും. ഇവരെ ഒന്ന് കണ്ടുപിടിക്കണം. ഒരു മാസത്തോളം ഞങ്ങൾ അങ്ങനെ പോയി, ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ അശ്രമം, ഞാൻ എനിക്ക് വിശ്വാസമായി ഇത് ദൂതന്മാരെ കർത്താവ് പ്രത്യേകമായിട്ട് അയച്ച് എന്നെ വിടുവിച്ചതാണ്. എന്നാൽ 14 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മോള് ജീന എന്നോട് പറഞ്ഞു, സാധന ഇങ്ങനെ ഇരിക്കാനൊക്കത്തില്ല, നമുക്ക് നടക്കാൻ പോകണം. അപ്പോൾ അവൾ എന്നെ വൈറ്റ്മഡ് പാർക്ക് എന്ന് പറയുന്ന കാട അതിനകത്തോണ്ട് നടത്താൻ കൊണ്ടുപോയി. തിരിച്ചായി സോക്കർ ഫീൽഡിൻ്റെ അതിലായി വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വലത്തോട്ട് നോക്കിയപ്പം കുറെ സ്ത്രീകൾ അവിടെ പന്ത് കളിക്കുന്നു. ആദ്യമായിട്ട് കാണുക, സ്ത്രീകൾ ഇവിടെ പന്ത് കളിക്കാറില്ല, സ്ത്രീകൾ അവിടെ പന്ത് കളിക്കുന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ പോകാനൊക്കത്തില്ല, എനിക്ക് ഇവരോട് സംസാരിക്കണം. നടന്ന് അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പ് അവിടെ പന്ത് കളിക്കുന്നു. അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. മറ്റൊരു ഗ്രൂപ്പ് അവിടെ പന്ത് കളി, അവരുടെ പേര് ഗ്രാസ് ഹോപ്പേഴ്സ് എന്ന്, ഈ വിട്ടില്ലെന്ന്, അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഗ്രാസ് ഹോപ്പേഴ്സ്? ഇങ്ങനെ 2008 ജൂലൈ 9 വൈകിട്ട് 7:20 ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി, നിങ്ങൾക്ക് എന്തെങ്കിലും? ആ സ്ത്രീ കണ്ണ് തള്ളി, പാറ്റി കാമറൂൺ എന്ന് പറയുന്ന അവരുടെ ലീഡർ, ക്യാപ്റ്റൻ, അവരെ എന്നോട് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് വളരെ ഷുവറായിരുന്നു ഞാൻ മരിച്ചു പോയെന്ന്. അവർ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി, പോലീസുകാർ ഒന്നും പറയാനൊക്കത്തില്ല, ആള് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒന്നും കേൾക്കാതിരുന്നുകൊണ്ട് 14 മാസത്തേക്ക് അവരൊന്നും കേട്ടില്ല, ഞാനും ഒന്നും കേട്ടില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു ഞാൻ മരിച്ചു പോയെന്ന്. ഞാൻ എന്നാൽ ഈ 14 മാസത്തിനിടയിൽ പലതവണ ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനെ വിളിച്ചു. 2 സ്കൂളുകളുടെ ഇടയിലാണ് ഈ ഫീൽഡ്. അപ്പോൾ ആ സ്കൂളുകളിൽ പോയി അവരോട് സംസാരിച്ചു, അവർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവരെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ അവരെ ഒരു സപ്പറിന് ഇവിടെ വൈകിട്ട് വിളിച്ചു. 15 സ്ത്രീകൾ അവർ വന്നു. അപ്പോൾ അതൊരു സ്ത്രീ അബദ്ധത്തിന് അവളുടെ ബോസിനോട് പറഞ്ഞ്, ബോസ് ഞങ്ങൾ ആരും അറിയാതെ ഇവിടുത്തെ ടെലിവിഷൻകാരെ വിളിച്ചു, ടെലിവിഷൻകാരെയും ഈ ന്യൂസ് പേപ്പറുകാരെയും എല്ലാം വിളിച്ചു.
അപ്പോൾ ഈ സ്ത്രീകൾ വന്ന് അധികം കഴിയുന്നതിന് മുമ്പേ ഇവരുടെ ഈ ക്രൂ എല്ലാം വന്നു, ക്യാമറയും എല്ലാം ആയിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടിലോട്ട് കയറുന്നത് എറിൻ ഫിൻലെ ആണ്. അപ്പോൾ എറിൻ ഇങ്ങോട്ട് കയറി കഥ തുറന്ന് കയറി എനിക്ക് കൈ തന്നിട്ട്, വൈ ഡിഡ് യു സ്റ്റോപ്പ് ദ വാൻ ദെയർ, വൈ ഡിഡ് യു സ്റ്റോപ്പ് ദ വാൻ ദെയർ, നീ എന്തിനാ വണ്ടി അവിടെ നിർത്തിയത്, നീ എന്തിനാ വണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, മോളങ്ങനെ അറിഞ്ഞുകൊണ്ട് നിർത്തിയതല്ല, വണ്ടി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൾ ഒരു കാര്യം പറയുന്നത്, ഈ വണ്ടി വന്നത് ഈ സോക്കർ ഫീൽഡിന് ചുറ്റും ചെയിൻ ഫെൻസ് ഇട്ടേക്കാണ്, ഇരുമ്പ് കമ്പിവേലി ഇട്ടേക്കാണ്. അപ്പം അതിൻ്റെ ഒരിടത്ത് മാത്രം ഒരടി സ്ക്വയറിൽ ഒരു കട്ടുണ്ട്, ആൾക്കാർക്ക് നുഴഞ്ഞു കയറാനും ഇറങ്ങാനും. അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിലെ അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റി പെട്ടെന്ന്. എനിക്ക് ഹാർട്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 4 മിനിറ്റിനകം CPR കിട്ടണം. അത് കഴിഞ്ഞാൽ ഓരോ ഓർഗനും മരിച്ചുകൊണ്ടിരിക്കും, അതൊന്നും റിവേഴ്സ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവരിവിടെ വന്നിരുന്നു, സംസാരിച്ചു, അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് അവളോട് കാര്യം അന്നേരം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവിടെ പന്ത് കളിച്ചത് എന്ന് വെച്ചാൽ, ആരും ബോധമുള്ളവരാരും അവിടെ പന്ത് കളിക്കത്തില്ലല്ലോ, അങ്ങ് ദൂരെ, ഏറ്റവും ദൂരെ എന്ന് വെച്ചാൽ ബോള് റോഡിൽ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കാൻ നേരം കാണത്തുള്ളൂ. അപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അവക്ക് ഈ സിറ്റി 1 മാസം മുമ്പ്, അന്നേരം ഞങ്ങൾ സിയാറ്റിന് അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം ഒന്ന് മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല. 1 മാസം മുമ്പ് സിറ്റി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഫീൽഡ് അങ്ങ് അടച്ചു. എന്നിട്ട് ഈ പോച്ചയുടെ വിത്ത് വിതറിയിട്ട് വെള്ളം ഒഴിച്ച് അവരിങ്ങനെ അതിന് ചുറ്റും റിബണൊക്കെ കെട്ടി നിർത്തിയേക്കുക. അപ്പോൾ കളിക്കാനായിട്ട് 2 സ്പോട്ടേ ഉള്ളൂ. അതിലൊരു സ്പോട്ട് ഓൾറെഡി ഒരു ഗ്രൂപ്പ് എടുത്തു, പിന്നെ ആകെയുള്ളത് ഈ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രൂപ്പ് സ്പോട്ടാണ്. അവിടെ ഇവർക്ക് എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് 1 മിനിറ്റിനകം അവർക്ക് വരാനും എനിക്ക് CPR തരാനുമായിട്ട് പറ്റിയത്. ദൈവം എത്ര അത്ഭുതമാണ്! ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ ഞങ്ങളെന്താ ചിന്തിക്കാൻ പോകുന്ന അറിയുന്ന ഒരേവനായ ദൈവം. നമ്മുടെ നിലവുകളെ അറിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ നിലവിൻ്റെ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം, ആ വലിയവനായ ദൈവത്തെ അറിവാനും ആരാധിപ്പാനും സാക്ഷിപ്പാനും എൻ്റെ ജീവിതത്തിനിടയായതിനായിട്ട് സ്തോത്രം. അതെ അനിച്ച, അപ്പം പറഞ്ഞു വന്നത് TV ക്രൂ ഒക്കെ അവിടെ വന്നു. അപ്പോൾ ഈ വാർത്ത TV-യിലൊക്കെ വന്നോ? ഈ ഒരു റീയൂണിയൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പണ്ട് നമ്മളെ അല്ല, ഈ എൻ്റെ ഈ സാക്ഷ്യവും ഈ ന്യൂസും 7 തവണ ടെലിവിഷൻ വന്നു. കാനഡയിലുള്ള എല്ലാ ടെലിവിഷൻ ചാനലും വന്നു, CTV, CBC, ഗ്ലോബൽ, എല്ലായിടത്തും വന്നു. എന്നാൽ ക്രിസ്ത്യൻ ചാനലിൽ ടെലിവിഷൻകാർ പലരും ഇത് കാണിച്ചു. ഒന്ന് പവർ വിഷൻകാർ 2014 അവർ കാണിച്ചു. പിന്നെ ഹാർവസ്റ്റ് TV അവരിത് കാണിച്ചു. അമേരിക്കയിലുള്ള ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ ചാനലാണ് 700 ക്ലബ്ബ്, അവർ ഇത് കാണിച്ചു. പല ന്യൂസ് പേപ്പർ, ഞാൻ ഈ ഒരു പത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ, എൻ്റെ കയ്യിൽ വേറെ 3 പത്രം കൂടെ ഉണ്ട്. അതിനകത്തെല്ലാം ഈ ന്യൂസ് ഫ്രണ്ട് പേജിൽ തന്നെ വന്നു. എന്നാൽ ഇവരെല്ലാം, ഈ സെക്യുലറായിട്ടുള്ള ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്തത് CPR പഠിക്കാനായിട്ട്. എന്നാൽ ദൈവമക്കളുടെ TV-യിലും അവരുടെ മാഗസിൻസിലും ഒക്കെ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തിക്കൊണ്ട് ഉള്ള ന്യൂസ് വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അനേകരോട് എനിക്ക് സാക്ഷ്യം പറയുവാൻ തക്കണം കഴിഞ്ഞു. ഒരിക്കൽ ഇവിടുത്തെ ഈ സ്ത്രീകളെ എല്ലാം വിളിച്ച് ഇവിടുത്തെ കനേഡിയൻ ഗവൺമെൻറ് ഇവർക്ക് അവാർഡ് കൊടുത്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ധനാഢ്യനായ ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു മുസ്ലിമായിരുന്നു. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ജീവിക്കുന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവം ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു, എൻ്റെ ജീവനെ ദൈവം മടക്കി തന്നു എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നോടൊന്നും പറയാതെ തല കുനിച്ച് അങ്ങ് മടങ്ങിപ്പോയി. എന്നാൽ അനേകരോട്, ഹിന്ദുക്കളോടും മുസ്ലിംസിനോടും പിന്മാറ്റത്തിൽ പോയവരും അവിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളോടും ഒക്കെ സാക്ഷി പറയുവാനും അവരെയൊക്കെ ബലപ്പെടുത്തുവാൻ തക്കോണം ദൈവം എന്നിലൂടെ കൃപ നൽകും.
അതെ, ദൈവത്തിന് സ്തോത്രം. 700 ക്ലബ് എന്ന് പറയുമ്പോൾ പാറ്റ് റോബർട്ട്സൺ അതൊക്കെ പറഞ്ഞാൽ അവരെ ഇവിടെ വന്നിട്ട് എൻ്റെ വീഡിയോ എടുത്തു. സെയിം സ്റ്റോറി, സെയിം വീഡിയോ എടുത്ത്. അതെ, അതിലേത് വീഡിയോ ആണ് ഞാൻ പാസ്റ്റർക്ക് അയച്ചു തന്നതെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിലാണ്. ക്രിസ്ത്യൻ മാധ്യമ കുലപതി എന്ന് പറയാം പാറ്റ് റോബർട്ട്സനെ. കാരണം ആദ്യത്തെ ക്രിസ്ത്യൻ ചാനൽ അമേരിക്കയിലെ CBN, ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ CBNൽ വന്ന സാക്ഷ്യം 2024 ആസാദിയിലും വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങളും പ്രിവിലേജ്ഡ് ആണ് കാര്യത്തിൽ. കാരണം 700 ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള സാധാരണ ദൈവപ്രവർത്തികളൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. പാറ്റ് റോബർട്ട്സൻ്റെ മകൻ, എനിക്കൊന്ന് ഗോർഡൻ റോബർട്ട്സൺ അല്ലേ, ഗോർഡൻ റോബർട്ട്സൺ ആണ് ഇപ്പോൾ ആ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നത്. പാറ്റ് റോബർട്ട്സൻ്റെ ഓട്ടോബയോഗ്രഫി എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഷൗട്ട് ഇറ്റ് ഫ്രം ദ റൂഫ് ടോപ്പ് എന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. ഒരു TV സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വീട്ടിൽ പൈസ ഇല്ലാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞൊരു TV സ്റ്റേഷൻ തുടങ്ങാൻ പറഞ്ഞു. ഭയങ്കര ഫെയ്ത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു TV സ്റ്റേഷൻ തുടങ്ങാൻ പോവുകയാണ്, അതിനുവേണ്ടിയുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വന്ന. അപ്പോൾ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ്. TV സ്റ്റേഷൻ തുടങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സാണ് വരുന്നത്. അപ്പം അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇഫ് യു വാണ്ട് എ ചെക്ക് ബുക്ക് ഇത്ര $1 അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് $3. $3 എടുത്ത് ടേബിളിൽ വെച്ചു. ഈ ലേഡി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, ഈ $3 ബില്ലിൽ നോക്കി. ഭയങ്കര സ്റ്റോറിയാണ്. ദൈവം എങ്ങനെയാണ് അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ, വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ദൈവദാസന്മാരിലൂടെ ചെയ്യുന്നെന്നുള്ളത് എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു പുസ്തകം കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 700 ക്ലബിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയൊരു പ്രിവിലേജ്. ഇപ്പം കാണിച്ച ആ ഒരു ന്യൂസ് പേപ്പർ അല്ലേ, അതിനകത്ത് ഫ്രണ്ട് പേജിൽ ആ ന്യൂസ് ഒന്നുകൂടെ കാണിക്കാമോ? ആ ന്യൂസിൻ്റെ പോർഷൻ ഒന്നുകൂടെ കാണിക്കാമോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി? ഓക്കെ. തോമസ് ഏഞ്ചൽസ് അല്ലെ, ഒന്നുകൂടെ മുകളിലോട്ടൊന്ന് പൊക്കിക്കാട്ടെ. അതിൻ്റെ താഴെ മുകളിലോട്ട് അല്ലല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ. ഈ ലേഡീസാണ് നമുക്കന്ന് CPR തന്നത് അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം, കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിരി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി. കുടുംബത്തിലെല്ലാവരും 60 വയസ്സ് തികയാതെ ലോകം വിട്ട്. അതെ, ഇംഗ്ലീഷ് എക്സ്പ്രസ്. ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പിള്ളേർക്ക് അയച്ചു കൊടുക്കണം. സോക്കർ ടീം സേവ്ഡ് മാൻസ് ലൈഫ്. സോക്കർ ടീം. അമേരിക്കയിൽ ഫുട്ബോളിന് സോക്കർ എന്നാ പറയുന്നത്. അമേരിക്കൻ സോക്കർ. നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോള്. അമേരിക്കയിലെ ഫുട്ബോൾ വേറൊരു കളിയാണ്. നമ്മളതിന് എനിക്കൊന്ന് ഇവിടെ മറ്റു പേരാ പറയുന്നത് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ റഗ്ബിയൊക്കെ കളിക്കുന്ന പോലുള്ളൊരു കളി അമേരിക്കൻ ഫുട്ബോൾ എന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ മാത്രമുള്ള ഒരു കളി. അതെ. അത് നമ്മുടെ ഇടയിൽ കളിക്കാറില്ല. എനിവേ അത് സത്യത്തിൽ കൈ ബോൾ എടുത്തോണ്ട് ഓടുന്നൊരു കളിയാ അല്ലയോ? വളരെ റഫാന്ന് നമുക്ക് തോന്നും, പക്ഷെങ്കിൽ അതിൻ്റെ റൂൾസ് ഒക്കെ വളരെ സ്ട്രിക്റ്റാണ്. എന്തെങ്കിലും ചെറിയ തെറ്റ് വരുത്തിയാൽ കഠിനമായ ശിക്ഷ കിട്ടും. ശരി. എനിവേ ദൈവം ഏറ്റവും വലിയൊരു ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തി ആ ഗ്രൗണ്ടിൽ നിന്ന്, വിശാലമായ ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് പുറത്തു വരാനുള്ളൊരു വഴി അവിടെ ഉണ്ടായിരുന്നു. തന്നെയല്ല, അവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സ്, അതുപോലെ തന്നെ ഒരു ഒക്കുപേഷണൽ തെറാപ്പി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ടീമിനെ ദൈവം അവിടെ സജ്ജമാക്കി വെച്ചിരുന്നു അല്ലേ? ഒരു മെഡിക്കൽ ടീമിനെ സജ്ജമാക്കി വെച്ചിരുന്നു. തന്നെയല്ല, പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ TV ക്രൂ വന്നപ്പോൾ അതിലെ റിപ്പോർട്ടർ ഈ മിഷാലിനോട് ചോദിച്ചു, തോമസ് പറയുന്നത് തോമസ് മരിച്ചതായിരുന്നെന്നോ, നിൻ്റെ അഭിപ്രായം എന്നാ? അപ്പം മിഷാൽ, അവൾ നേഴ്സാണല്ലോ, അവൾ പറഞ്ഞു, ഐ എം 100% ഷുവർ ഹി വാസ് ഡെഡ്. എന്താണെന്ന് വെച്ചാൽ
എൻ്റെ സ്കിന്നിൻ്റെ കളർ മാറി യെല്ലോ ആകാൻ തുടങ്ങി. കൃഷ്ണമണി അങ്ങ് മറിഞ്ഞുപോയി. ആ അവസ്ഥയിലാണ് അവൾ എനിക്ക് CPR തരുന്നത്. മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം എൻ്റെ ജീവനെ മടക്കി തന്നു. എന്നാലും ഞാൻ ആ മരിച്ച ആ പ്രക്രിയയിലൊന്നും ഞാൻ കണ്ടില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞുള്ള ശബ്ദങ്ങളും പിന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ടത്. എന്തായാലും ആ ഹോസ്പിറ്റൽ കിടക്കയിലും ഒരു പ്രത്യേക രീതിയിൽ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകലിനെ കുറിച്ച് മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. അത് തന്നെയാണ് സ്തെഫാനോസും ചെയ്തത്. കർത്താവെ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്തെഫാനോസ് മരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ അവർക്ക് വേണ്ടി അവരോടൊരു റെക്കൺസിലിയേഷൻ്റെ അവസ്ഥയിൽ വന്നിട്ടാണ് രണ്ടുപേരും മരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കും പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിനോട് പറയുകയാണ്, നമ്മൾ ആരോടെങ്കിലും ദോഷം ചെയ്തതല്ല. നമുക്ക് ദോഷം ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചെങ്കിലും അവരെക്കുറിച്ച് ഒരു എന്താ പറയേണ്ടത്, അവരുടെ അനർത്ഥം, അവർക്ക് ദൈവം ശിക്ഷ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത, എനിക്ക് ദ്രോഹമുണ്ടാക്കി അവർക്കൊരു പാഠം ദൈവം പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടെങ്കിൽ അത് ഒരു ആത്മികരുടെ പകയാണ്. ലോകമനുഷ്യരുടെ പക പോലല്ലോ നമ്മുടെ പക. നമ്മൾ ചിലപ്പം പറയും, കർത്താവെ, അവൻ്റെ തെറ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടി അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറയുന്ന പോലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ റിവെഞ്ച്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. ഈശോ കർത്താവ് ക്ഷമിച്ചതുപോലെ, സ്തെഫാനോസ് ക്ഷമിച്ചതുപോലെ, പ്രിയ തമസച്ചാൻ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടങ്ങനെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹീലിംഗ് കൊണ്ടുവരും. വെൻ വി ആർ റെഡി ടു ഫോർഗീവ്, ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറായാൽ അത് വലിയ ഹീലിംഗ്, വലിയ റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനിടയെ തരും. ദൈവം അങ്ങനെ പ്രവർത്തിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയണം. ആ സംഭവം നടക്കുമ്പോൾ ചർച്ചിലെ പാസ്റ്റർ പ്രിസേർവ് ഹിം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയത്തില്ലേ, വേണ്ടുവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിലൂടെ ദൈവത്തോട് അഭയാചന കഴിക്കുന്നു. നമുക്കറിയത്തില്ല നമ്മൾ എന്തുകൊണ്ട് ആ പദം ഉപയോഗിക്കുന്നതെന്ന്. പക്ഷെ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇൻ്റർസീഡിങ്ങാണ്. ആത്മാവിൽ ഒരു ദൈവദാസൻ ഞരങ്ങിക്കൊണ്ട് ചിലത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്ന ആളിന് പോലും അറിയത്തില്ലായിരിക്കും. എന്നാൽ ആത്മാവ് അറിയുന്നെന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടില്ല. ഒറ്റ കാര്യം കൂടെ ചോദിച്ച് നമുക്ക് ഇനിയും സാക്ഷ്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. ക്യുവറ്റിൽ വെച്ചൊരു നല്ല സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉള്ളൊരു കൂട്ടായ്മയിൽ പങ്കെടുത്തല്ലേ. അതിനുശേഷം കാനഡയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയൊക്കെ നമ്മൾ പോകുമായിരുന്നു. ഒരു പെന്റിക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് വന്നില്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ അമ്മ അതിന് മുമ്പ് തന്നെ വിശ്വാസത്തിൽ വന്നായിരുന്നു അല്ലേ? അമ്മ നേരത്തെ തന്നെ, അമ്മ 1968 പെന്തിക്കോസ്റ്റിൽ പോയി വിശ്വാസത്തിൽ വന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഒന്നും ആ സമയങ്ങളിൽ ഇല്ല. ശരി. അപ്പോൾ കാനഡയിലാണോ, ആ ചർച്ചിലാണോ പിന്നീട് സ്നാനപ്പെട്ടത്? അല്ല, ഞാൻ നാട്ടിൽ വന്ന സ്നാനപ്പെട്ടത്. ശരി, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ജീവിതത്തിലുണ്ടായ പ്രത്യേക അനുഭവങ്ങൾ കർത്താവിൻ്റെ വചനമനുസരിപ്പാനും മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ക്യുവറ്റിൽ ലിറ്റിൽ ഫ്ലോക്കിലായിരുന്നോ? ആ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അത് പാസ്റ്റർ ആൻസൺ സാമുവൽ എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരു പാസ്റ്റർ. ആ പാസ്റ്റർക്ക് ഇവിടെ ഒരു ചർച്ചുണ്ട്. അതെ, അപ്പോസ്തോലിക് ചർച്ച്. ഞാൻ ചോദിച്ചത് ക്യുവറ്റിലെ കാര്യമാണ്. ക്യുവറ്റിൽ ലിറ്റിൽ ഫ്ലോക്കിലായിരുന്നോ എന്ന്? KT രാജിച്ചാൻ്റെ ചർച്ചിലായിരുന്നോ ആ കൂട്ടായ്മ? KT രാജു അന്ന് ഈ ഞങ്ങളുടെ ഈ തേഴ്സ്ഡേ പ്രയർ വരുന്ന ആ വ്യക്തിയാണ്. ഓ ശരി. അന്ന് പോലെ വളരെ ക്ലോസ് ആയിട്ട് KT രാജുവിനെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടെ ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു പോകുന്നത്, പാസ്റ്റർ ജെറിയുടെ ചർച്ചിൽ. ശരി, ദൈവം സഹായിക്കട്ടെ. ജസ്റ്റ് ക്യുവറ്റിലെ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നതേ ഉള്ളൂ. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഇനിയും ഒത്തിരി ആത്മിക അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിപ്പാനും അതിൻ്റെ സാക്ഷ്യങ്ങൾ പെടുവാനും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ. ഒന്നല്ല, രണ്ട് വിധത്തിൽ ജീവനെതിരെ, ആയുഷിനെതിരെ വെല്ലുവിളികൾ വന്നപ്പോൾ ആ ഹാർട്ടിൻ്റെ പ്രോബ്ലം മാത്രമല്ല, അത് റെക്കറിങ് ആയിരുന്നു, പല സമയങ്ങളിൽ അതുണ്ടായി. അത് മാത്രമല്ല, ഒരു മൾട്ടിപ്പിൾ മൈലോമയുടെ മറ്റൊരു അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ആയുസിനെ നീട്ടി. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു.
ആയുസിനെ നീട്ടുന്നത്. ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷേ ആയുസ് കൊടുക്കാൻ പറ്റത്തില്ല. Amen. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും ആയുസിനെ നീട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. ഇല്ല. അത് അല്ലേ, അത് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ആയുസിനെ നീട്ടി ഇന്ന് ഈ സാക്ഷ്യം പറവാൻ ഈ ചാനലിലൂടെ മാത്രമല്ല, ഒത്തിരി സെക്കുലർ മീഡിയയിലൂടെ ആ ഒരു അനുഭവം പുറത്തു വന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം. അമേരിക്കൻ മീഡിയ ഒരു പക്ഷേ CPR ക്രെഡിറ്റ് കൊടുത്തപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ദൈവത്തിനാണ്, സ്വർഗത്തിലെ ദൈവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ അനിച്ചാൻ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. അടിയങ്ങളുടെ വലിയവനായ ദൈവമേ കർത്താവേ, സ്തോത്രം. തിരുമേനി അടിയങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സാക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു പദവിയാണല്ലോ കർത്താവേ. അടിയങ്ങൾക്ക് അതിനൊന്നും യോഗ്യത ഉണ്ടായിട്ടല്ല, എനിക്കതിന് യോഗ്യതയില്ല. എന്നാലും തിരുമേനി നൽകി തന്ന ഒരു വലിയ പദവിയാണല്ലോ തിരുമേനി അറിവാനും ആരാധിപ്പാനും ഒക്കെയും നൽകി തന്നത്. നന്ദിയോടെ സ്തോത്രം. കർത്താവേയും എൻ്റെ സാക്ഷ്യം ഒരിക്കൽ കൂടി അസാദി TV പാസ്റ്ററോടുമായിട്ട് ഷെയർ ചെയ്യുവാൻ തക്കോണം കൃപ നൽകി തന്നുവല്ലോ. അതും ഒരു പദവിയാണല്ലോ പച്ച. ഇത് കേട്ട എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. അസുഖങ്ങൾ, പല കഠിനമായ സൗഖ്യം വരാത്ത തരത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെയും ഈ സാക്ഷ്യം ബലപ്പെടുത്തുമാറാകണമേ. ഹാർട്ടിൻ്റെ ഇഷ്യൂ ആയാലും ക്യാൻസർ ആയാലും എന്തായാലും നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും ജീവിതത്തിൻ്റെ അന്ത്യം വരെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കണം നമുക്കെല്ലാം ഇടയായിത്തീരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എത്ര ദിവസം ജീവിക്കും, ഏത് മിനിറ്റ് വരെ ജീവിക്കും, ഇതെല്ലാം ദൈവം ഓൾറെഡി കുറിച്ച് വച്ചിരിക്കുന്ന കാര്യമാണ്. അതുവരെയും അവനെ ആരാധിച്ച് സാക്ഷിച്ച് സ്തുതിച്ച് മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തക്കണം നമ്മളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. സ്തോത്രം. ആമേൻ, 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ അച്ഛൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുക. എനിച്ചാ ദൈവം ഇത്രയും സമയങ്ങൾ നമ്മുടെ നടുവിൽ വന്ന അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ സാവകാശം ഒരുക്കിയില്ല. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രേക്ഷകരോടും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. Thank you for watching. God bless you. Praise the Lord.